നമസ്കാരം. അറിവിന്റെ ലോകത്തിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും കാണുന്ന പക്ഷിയാണല്ലോ കാക്ക. കാക്കയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം, എന്നാൽ അധികം അറിയാത്ത ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. കുറെ തെറ്റായ ധാരണകളും അന്ധവിശ്വാസങ്ങളും കാക്കയോട് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. അതിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. വീഡിയോ അവസാനം വരെ കാണുമല്ലോ. വിചിത്രമായ പെരുമാറ്റവും നമുക്ക് സങ്കൽപ്പിക്കാൻ പോലും പറ്റാത്ത വിധം ആശയവിനിമയവും നടത്തുന്ന പക്ഷികളാണ് കാക്ക. ജീവന് ആപത്തുണ്ടാകുന്ന അവസരങ്ങളിൽ മുന്നറിയിപ്പ് നൽകാൻ, ഭീഷണി നേരിടുന്ന അവസരങ്ങളിൽ മറ്റുള്ളവരെ അണിനിരത്താൻ, ഭക്ഷണം കണ്ടെത്തിയെന്ന് അറിയിക്കാൻ, കുടുംബാംഗങ്ങളുമായോ ഇണകളുമായോ ബന്ധം നിലനിർത്താൻ എന്നിവയ്ക്ക് വേറിട്ട ശബ്ദങ്ങൾ ആണ് ഉണ്ടാക്കുന്നത്. സന്ദേശങ്ങൾ കൈമാറാൻ അവർ കുമ്പിടൽ, വാൽ ചലിപ്പിക്കൽ, ചിറകുവിടർത്തൽ തുടങ്ങിയ ശരീരഭാഷയും ഉപയോഗിക്കുന്നു. കാക്കകൾ കെട്ടുറപ്പുള്ള ബന്ധങ്ങളുള്ള ചെറിയ കുടുംബങ്ങളായാണ് താമസിക്കുന്നത്. ഇവർ രാത്രി ചിലവഴിക്കുന്നത് ഒരുമിച്ച് ഒരു മരത്തിലായിരിക്കും. അവരുടെ സാമൂഹിക ഘടനയിൽ വ്യക്തമായ ഒരു ശ്രേണിയുണ്ട്. ഓരോരുത്തരുടെ അധികാരങ്ങളെക്കുറിച്ചും അവകാശങ്ങളെക്കുറിച്ചും പൂർണ്ണമായും ബോധവാന്മാരായിരിക്കും. ശക്തിയും കഴിവും കൂടുതലുള്ള പക്ഷികൾക്ക് ഭക്ഷണ വിഭവങ്ങൾ വേഗത്തിൽ കിട്ടുന്നു. ഇവർ ഭക്ഷണം കഴിക്കുന്നതും ഈ ശ്രേണി അനുസരിച്ചാണ്. വടികളും കമ്പുകളും കൊണ്ട് ഭക്ഷണം ശേഖരിക്കാൻ മിടുക്കരാണിവർ. കൊച്ചു കൊച്ചു കല്ലുകൾ ഇട്ട് വെള്ളം പൊങ്ങി വന്നപ്പോൾ ദാഹം തീർത്ത കാക്കയുടെ കഥ എല്ലാവരും കേട്ടിട്ടുണ്ടാകും. ഇതുപോലുള്ള സങ്കീർണമായ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കഴിവിന് പേരുകേട്ടതാണ് കാക്ക. കാക്കയ്ക്ക് നല്ല ഓർമ്മശക്തിയാണ്. സൗഹൃദപരമായ മനുഷ്യരെയും ഭീഷണിപ്പെടുത്തുന്ന മനുഷ്യമുഖങ്ങളും വർഷങ്ങളോളം ഓർക്കാൻ കഴിയും. ഏറ്റവും അധികം സഹകരണ മനോഭാവം ഉള്ള പക്ഷികളാണ് കാക്ക. അവർക്ക് അപകടമുണ്ടാക്കുന്നതോ അപകട സാധ്യത ഉള്ളതോ ആണെന്ന് തോന്നിയാൽ കാക്കകൾ എല്ലാവരും ഒരുമിച്ച് കൂട്ടം കൂടി ആ ശല്യക്കാരൻ അവിടെ നിന്ന് പോകുന്നത് വരെ ശല്യപ്പെടുത്തുകയോ അവരെ ഉപദ്രവിച്ചു ഓടിപ്പിക്കുകയോ ചെയ്യും. കാക്കകൾക്ക് സുരക്ഷിതമായി തോന്നുന്നിടത്തു കൂട്ടമായി ഒത്തുകൂടുന്നു. ഇത് തണുപ്പുള്ള മാസങ്ങളിൽ പതിവിലും അധികം കണ്ടുവരുന്നു. ഇവരുടെ തീറ്റ സാഹചര്യത്തിനനുസരിച്ച് വ്യത്യസ്തമാണ്. മിശ്രഭോജികളായ ഇവർ പ്രാണികളും ചെറിയ മൃഗങ്ങളും മുതൽ പഴങ്ങളും ചീഞ്ഞ മാംസവും മനുഷ്യ അവശിഷ്ടങ്ങളും വരെ വൈവിധ്യമാർന്ന ഭക്ഷണങ്ങൾ കഴിക്കുന്നു. കാക്കയുടെ പ്രത്യേകതരം കരച്ചിൽ അതിഥികളുടെ വരവ് സൂചിപ്പിക്കുമെന്ന വിശ്വാസം കേരളത്തിൽ പ്രചാരത്തിലുള്ള ഒരു അന്ധവിശ്വാസമാണ്. രാവിലെ വീടിനടുത്ത് ഒരു കാക്ക പ്രത്യേകതരം ശബ്ദം ഉണ്ടാക്കിയാൽ അതിനർത്ഥം അതിഥികൾ പുറപ്പെട്ടു എന്ന വിശ്വാസമാണുള്ളത്. കാക്ക ഏത് ഭാഗത്തേക്കാണോ തിരിഞ്ഞിരിക്കുന്നത് ആ ദിശയിൽ നിന്നാകും അതിഥികൾ എത്തുമെന്ന് ജനങ്ങൾ കരുതുന്നു. ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ല ഇതെല്ലാം ആൾക്കാർ വിശ്വസിക്കുന്നത്. കാക്കകളുടെ കരച്ചിൽ കൊണ്ട് അവരുടെ സ്വഭാവ സവിശേഷത അറിയാമെന്നല്ലാതെ അതിഥികളുടെ വരവ് പ്രവചിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിന് ശാസ്ത്രീയ അടിത്തറയില്ല. ഹിന്ദു വിശ്വാസം അനുസരിച്ച് മരണാന്തരം പിതൃക്കൾ ബലി കാക്കയുടെ രൂപത്തിൽ വന്ന് ഭക്ഷണം സ്വീകരിക്കുന്നു എന്നും വിശ്വസിക്കപ്പെടുന്നു. ഹിന്ദു പുരാണത്തിൽ കാക്ക ശനി ദേവന്റെ വാഹനം ആണ്. ഈ കാരണങ്ങൾ കൊണ്ടുതന്നെ ഭാരതത്തിൽ കാക്കയെ വളരെ പവിത്രമായ പക്ഷിയായി കണക്കാക്കുന്നു. കാക്കകളുടെ സങ്കീർണമായ സാമൂഹിക ഇടപെടലുകൾ, ബുദ്ധിശക്തി, പൊരുത്തപ്പെടാനുള്ള കഴിവ് എന്നിവ അവയെ ഏറ്റവും കൗതുകകരമായ പക്ഷി ഇനങ്ങളിൽ ഒന്നാക്കി മാറ്റുന്നു. ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്തു ഷെയർ ചെയ്യുമല്ലോ. കാക്കളുമായി നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ കമന്റ് ചെയ്യണേ. ഇതുപോലുള്ള രസകരമായ അറിവുകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി. നമസ്കാരം.